ചേട്ടാ പേരെന്താ? മൻമോഹൻ സിംഗ്. BTS ഒക്കെ അറിയോ? BTSനെ അറിയാം. അവരെന്റെ അമ്മായിയുടെ മക്കളാ. ഹലോ ഗായ്സ്, നമ്മൾ എങ്ങോട്ടാ പോകുന്നേ? റോസ്മല. ഇനി നമ്മൾ എങ്ങോട്ടാ പോകുന്നത്? റോസ്മല. നമ്മൾ പോകും എവിടെയാണ് കണ്ട പറയുന്നത്. അപ്പൊ നമ്മൾ പോവുകയാണ് ഗൈസ്. നമ്മൾ പോകുന്ന വഴിക്ക് നിംബസ് മേഘം. നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നിംബസ് മേഘത്തെയാണ്. നിംബസ് ഗൈസ്, നമ്മളിപ്പോ അഞ്ചിലെത്തി. റോഡിൽ കൂടെ പൊക്കോണ്ടിരിക്കുകയാണ്. ശ്രീലക്ഷ്മി എനിക്ക് തോന്നുന്നില്ല അതുവരെ എത്തുന്നത്. വളരെ ശല്യമാണ്, ഭയങ്കര ചൊറിയാണ്. എനിക്ക് തോന്നുന്നില്ല അവൾ അതുവരെ സക്സസ്ഫുള്ളി എത്തുന്നു. കാരണം അതിന് മുന്നേ ഇവിടെ ചവിട്ടി ഞാൻ പുറത്താക്കും വണ്ടിക്കകത്ത്. ഇങ്ങനെ അറിയാത്ത പോലെ ഇരുന്ന് സംസാരിക്കണം. നീ എന്ത് തേങ്ങയാടി പറയുന്നത്? നീ ക്യാമറ അവിടെ നോക്കൂ, പുതിയ റോൾ മോഡൽ ബേസിൽ ജോസഫ് ആണ്. എനിക്ക് ചില സമയത്ത് എന്നെ കാണുമ്പോ ഞാനും ബേസിൽ ജോസഫിനെ പുള്ളി സീറ്റിൽ പഠിച്ചു, പക്ഷെ ഞാൻ സീറ്റിൽ അപ്പുറത്തെ കോളേജിൽ പഠിക്കും. പുള്ളി ഇലക്ട്രിക്കല്, ഞാൻ അതിന്റെ തൊട്ടപ്പുറത്തെ എനിക്ക് ഞാൻ ഇങ്ങനെ ഓരോ കോമഡി ഒക്കെ അടിക്കുമ്പോഴേ എനിക്ക് പറ്റുന്നത് ഞാനിങ്ങനെ ബേസിൽ ജോസഫിന്റെ ലെവൽ കോമഡി. ഞാൻ നല്ലതൊക്കെ അടിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. നല്ല കോമഡി കാണണമെങ്കിൽ യൂട്യൂബ് ചാനൽ കണ്ടാ മതി. ഞാൻ കിടുക്കാച്ച സാധനമൊക്കെ അടിക്കും. അത് എന്റെ കൂടെ ഇരിക്കുന്നത് ടൊവിനോനെ പോലെ ആൾക്കാരാണെങ്കിൽ അല്ലാതെ ഇങ്ങനെ തൂക്കാച്ചി പോലെ സാധനം. നല്ല പച്ചപ്പ് ഹരിതാപവും പ്രകൃതി ഭംഗിയും തുളുമ്പി നിൽക്കുന്ന സ്ഥലമാണ് അഞ്ചൽ. ഇടിച്ചങ്ങ് തെറുക്കിയില്ല ആ ഫ്രണ്ടിൽ പോകുന്ന വണ്ടി. നമ്മൾ കാടി കയറിയിരിക്കുന്നു. എനിക്ക് ഇവന്റെ ചെറുപ്പം മുതലുള്ള കഥകൾ അറിയാവുന്നതുകൊണ്ട് പറയണതാണ് ഈ കാണിക്കുന്ന മുഴുവൻ അഭിനയം. ഇവിടെ കൊന്നിട്ടാ പോലും ആരും അറിയത്തില്ല. ഇനി വെറും 1/2 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അല്ല, ഹെലികോപ്റ്ററിൽ വന്നിട്ട് ഇറങ്ങി ചാടിയ മതിയായിരുന്നു. ഞാൻ ഉറങ്ങാൻ പോകുന്നു. മനുഷ്യന് മുള്ളാൻ മുട്ടിട്ട് മുള്ളാൻ മുട്ടുന്നതിൻ്റെ മുഖത്ത് കാണാം. 1/2 കിലോമീറ്റർ മാത്രം. വെള്ളം ഗൈസ്, അപ്പൊ നമ്മൾ നടന്നോണ്ടിരിക്കുകയാണ് ഗൈസ്. ഭയങ്കര മല കയറണം. ഭയങ്കര മല കയറണം. ഭയങ്കര ഗ്ലോ ഇല്ലേ എനിക്ക്? വിനോദ് ഭയങ്കര സ്ലോ ആണല്ലോ. ആദ്യമായിട്ടാണെന്ന് തോന്നുന്നു. നമ്മൾ റോസ് മലയിലോട്ട് ട്രെക്ക് ചെയ്ത് കയറുന്നതിൻ്റെ ഇടയിൽ നമ്മൾ ഒരാളെ മീറ്റ് ചെയ്തു. ചേട്ടാ പേരെന്താ? മൻമോഹൻ സിംഗ്. മൻമോഹൻ സിംഗിനെ മീറ്റ് ചെയ്ത്. എൻ്റെ പേര് ഇന്ദിരാഗാന്ധി. എവിടെയൊക്കെ പോവുക? ഞാനും സെക്രട്ടേറിയറ്റിലോട്ട് പോവുക. എന്തൊക്കെയാ എന്ത് ചെയ്യാ നാട്ടില്? നാടെവിടാ? ആഫ്രിക്കയാ? ആഫ്രിക്കൻ ലാംഗ്വേജ് അമേരിക്കയോ? ഞാൻ കൊറിയനാ, സൗത്ത് കൊറിയ. BTS ഒക്കെ അറിയോ? BTSനെ അവരെന്റെ അമ്മായിയുടെ മക്കളാ. 7 പേര് ഒരുമിച്ചുണ്ടാവും. എൻ്റെ ചേട്ടന്മാരും അനിയന്മാരും. ചേട്ടൻ്റെ അത്ര വരത്തില്ല, ഒരു 40. നിങ്ങൾക്ക് അത്ര 60? ഷഷ്ടിയൊക്കെ കഴിഞ്ഞില്ലേ? ഗൈസ്, നമ്മൾ എത്തി. നമ്മൾ വ്യൂ പോയിന്റിലെത്തി. നമുക്കിനി വ്യൂ പോയിന്റ് കാണാം. അടിപൊളി കിട്ടില്ല സ്ഥലം. നല്ല കാറ്റൊക്കെ ഉണ്ട്. കുറച്ച് കോടയും കൂടെ വേണമായിരുന്നു. നല്ല സ്പോട്ടാണ്. കുറേ ആൾക്കാരൊന്നും ഇല്ല. ആകെ 2-4 ആറ്
6 പേര് മാത്രമേ ഉള്ളൂ. ഗൈസ്, നിങ്ങൾ വിചാരിക്കും ഇതാണ് വ്യൂ എന്ന്. നിങ്ങൾക്ക് തെറ്റി. ഇതാണ് വ്യൂ. ഇവിടെ വന്നാൽ വ്യൂ പോയിന്റ് ഇതാണ്. കണ്ണൊന്നും കാണത്തില്ല. ഈക്കോസ് 97. എഴുതി ഞാൻ എഴുതി എന്താണ് ഗസ്റ്റ് ചെയ്യാം. നമ്മൾ സംഭവങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞു. നല്ല രസമുണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. എങ്ങനെ ഉണ്ടായിരുന്നു എന്റെ കൂടെ വന്ന ഒരു എക്സ്പീരിയൻസ്? അതിന്റെ ഒരു കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ഭയങ്കര ബ്ലോഗറാണെന്നുള്ള കാര്യം ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും അറിയത്തില്ലല്ലോ. കുറച്ച് കാലം കഴിഞ്ഞ് ഫേമസ് ആവേണ്ട. ഹലോ ഗൈസ്, ഞാൻ ചുമ്മാ വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ്. എന്തെങ്കിലും കിട്ടും. ഞാൻ ഇവിടെ പറഞ്ഞേ, ഈ വ്ലോഗൊക്കെ എടുക്കുമ്പം അറിയത്തില്ല. ഞാൻ പറഞ്ഞ ഒരു മിനിറ്റ്, ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാല് പള്ളിയാ ഗൈസ്. പള്ളിയിൽ എന്തൊക്കെയോ പള്ളി കുമ്പസാരം നടക്കുന്നു ഒച്ചത്തെ. ഞാൻ ഇവിടെ പറഞ്ഞേ, എന്തെങ്കിലും കണ്ടൊക്കെ ആണെങ്കിൽ ചുമ്മാ വീട് പിടിച്ചോണ്ടിരുന്ന എന്തെങ്കിലുമൊക്കെ സാധനം കിട്ടുന്നത്. അതിന് കാണിക്കുന്ന പരിപാടി അത്. ഞാൻ ചുമ്മാ പിടിച്ചോണ്ടിരിക്കുക. മഴ ചെയ്ത് ഇനിയൊരു കണ്ടന്റ് കിട്ടും. എന്തുവാ തോടണം. നീളം കുറച്ചുകൂടെ. ഒരു 300 മീറ്റർ കഴിഞ്ഞ് വണ്ടി എത്തും. പക്ഷെ ബാക്കി 1500 ഇവിടെ ഓടും. ഇവിടെ ഓടി നടന്നെന്താ വെച്ചാൽ വരും അല്ലേ? പറക്കും. എനിക്ക് സൂപ്പർ പവർ ഉണ്ട്. ഒന്നും പറയല്ലേ, പറക്കുന്ന പറയാൻ എനിക്ക് ട്രോളാ. സീറ്റിൽ പറക്കുന്നവരും അറിയോ? പറക്കുന്നവരും കണ്ടന്റ് വൈറലാക്കട്ടെ. കുണ്ടിയിലേക്ക് ഗൈസ്, നമ്മൾ എവിടെ ആയിട്ടില്ല. ഞാൻ ഇന്റർവ്യൂ എടുക്കാം. അല്ല, ഈ വണ്ടിക്ക് തിരിക്കണം എത്ര നേരമായി? അതൊന്ന് പറ. രാവിലെ 10:30 ഇരിക്കാൻ തുടങ്ങി. ഇപ്പൊ 4:30. ഇപ്പോഴും ഈ വണ്ടിക്കകത്ത് അങ്ങ് ഇരിക്കുക. ഞാൻ വണ്ടി ഓടിച്ചു. മാറണം സീറ്റ്. ഞാൻ പറയട്ടെ, ഞാൻ ഇന്റർവ്യൂ എടുക്കാം. നിന്റെ ഒരു സിനിമ ഇറങ്ങാൻ പോകുന്നു. ഞാൻ പേളിമണി ഷോ. ശ്രീലക്ഷ്മി മണി അന്ന് കൊണ്ടുവന്ന് ഇരുത്തിയ. ഇനി ക്വസ്റ്റ്യൻസിലോട്ട് കിടക്കാം. അപ്പോ ദേവനാരായണ വിനോദിന്റെ ഷോ ആദ്യമായിട്ടല്ലേ വരുന്നത്? എന്തെങ്കിലും എക്സ്പെക്ടേഷൻസ് ഉണ്ടോ ഇതിൽ വരാൻ നേരത്തെ? മുന്നത്തെ എന്റെ എപ്പിസോഡ്സ് ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അത് കണ്ടാണ് എനിക്ക് ഇത്രയും വരണം ആഗ്രഹം. അങ്ങനെ എന്റെ ഷോ, എന്റെ ഈ മൂവി പ്രൊമോഷൻ ഞാൻ ഫസ്റ്റ് തന്നെ നമ്മൾ ദേവനാരായണ വിനോദിന്റെ മാനേജറിനെ അപ്രോച്ച് ചെയ്തപ്പോഴത്തേനും അവർ ഭയങ്കര എക്സൈറ്റഡ് ആയി ഷോയിൽ വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ട് പെട്ടെന്നായിരുന്നു ഡേറ്റ് ഒക്കെ എടുത്ത് ഇങ്ങ് പോരുന്നത്. പിന്നെ പുതിയ സിനിമ ഇറങ്ങുന്നത് എന്താണ് ഒരു അഭിപ്രായം? ആദ്യത്തെ സിനിമയല്ലേ? അപ്പോൾ ആദ്യ സിനിമയാണ്. അപ്പോൾ പ്രേക്ഷകർ അതെങ്ങനെ എടുക്കും എന്നൊക്കെ തോന്നുന്നു. സോറി ഗൈസ്, എന്റെ ഫ്രണ്ട്സ് കുറെ പേര് ഇങ്ങനെ ആയിപ്പോയി. സോറി. കാണുമ്പോ എന്തൊരു മാന്യമായത്. രണ്ട് തുള്ളി മാത്രമാണ് ഇത്. കാക്ക മുള്ളിട്ട് പിന്നെ കാക്ക മുള്ളത്തില്ല. കാക്ക എല്ലാം കൂടെ ഒരുമിച്ചാണ്. നമ്മൾ ഫുഡ് കഴിക്കാൻ പോവാണ്. അടുത്ത സാധനം